നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല അക്രമ സംഭവങ്ങളും കൊലപാതക കേസുകളും പരിശോധിച്ച് അതിൻ്റെ കാരണം നിസ്സാര പ്രശ്നങ്ങളായിരിക്കും. ഒന്നില്ലെങ്കിൽ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള പ്രശ്നം, ഹോണടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കം, റോഡിലെ പ്രശ്നങ്ങൾ, അങ്ങനെ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ കൊലയും നടക്കുന്നൊരു നാട്. മലപ്പുറം മഞ്ചേരിയിൽ 2022 നടന്നൊരു സംഭവമുണ്ട്. അതായത് പാർക്കിങ്ങിനെ ചൊല്ലി നഗരസഭ മുൻ അംഗത്തെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസ്. മഞ്ചേരി നഗരസഭാ മുൻ അംഗം തലാപ്പിൽ അബ്ദുൽ ജലീലിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾക്കും കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. നെല്ലിക്കുന്ന് സ്വദേശി ഷുഹൈബ്, പാണ്ടിക്കാട് സൗത്ത് സ്വദേശി ഷംസീർ, നെല്ലിക്കുത്ത് ഒലിപ്രക്കാട് സ്വദേശി അബ്ദുൽ മാജിദ് എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത്. കൂടാതെ 3 പ്രതികളും 1 ലക്ഷം രൂപ വീതം പിഴയടയ്ക്കാനും കോടതി ഉത്തരവിട്ടു. 2022 മാർച്ച് 29 രാത്രി ഒലിപ്രക്കാടിൽ വെച്ചാണ് സംഭവം. 89 സാക്ഷികളുള്ള കേസിൽ 45 പേരെ വിസ്തരിക്കുകയും 98 രേഖകളും 12 തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കുകയും ചെയ്തു. ഈ സംഭവം നടന്ന് 4 വർഷത്തിന് ശേഷമാണ് കേസിൽ ശിക്ഷാവിധി വന്നിരിക്കുന്നത്. CB അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. അനുമോദ്, നമുക്കറിയാം ഈ ഒരു കേസ് മഞ്ചേരിയിലേറെ കോളിളക്കം സൃഷ്ടിച്ചൊരു സംഭവമാണ്. 4 വർഷത്തിന് ശേഷം കേസിൽ വിധി വന്നിരിക്കുന്നു. എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ്. എന്താണ് ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ? ടോം, അല്പസമയം മുമ്പാണ് മഞ്ചേരി കോടതി ഈ കേസിൽ ശിക്ഷ വിധിച്ചത്. മഞ്ചേരി 3ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി IS സൂരജാണ് ശിക്ഷാവിധി പ്രസ്താവിച്ചത്. 3 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയും അതുപോലെ തന്നെ 1 ലക്ഷം രൂപ വീതം ഇവർ പിഴയടയ്ക്കണമെന്നുമാണ് ശിക്ഷാവിധിയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു കാരണം വളരെ ഇത്രയും ചെറിയ കാരണത്തിനൊരു കൊലപാതകം നടക്കുമോ എന്ന ചോദ്യമൊക്കെ ആരിലും ഉയർത്തുന്നതാണ്. 2022 മാർച്ച് 29 രാത്രി 10ഓടെയായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. പാലക്കാട് നിന്ന് ഈ ജലീലും സംഘവും ഒരു യാത്ര കഴിഞ്ഞ് സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണ്. ഇവരുടെ ഇന്നോവ കാറിൻ്റെ ഹെഡ്ലൈറ്റ് അത് കണ്ണിലടിച്ചുവെന്ന് പറഞ്ഞ് ഷംസീറും ഷുഹൈബും ഇവരെ തടഞ്ഞു നിർത്തി വാക്കേറ്റമുണ്ടായി. തുടർന്ന് മാജിദിനെ ഇവർ വിളിച്ചു വരുത്തുകയും ഇവർ ഈ കാറിൻ്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയും ചെയ്തു. ഈ ജലീലിൻ്റെ കാറിൻ്റെ ഗ്ലാസ് ഗ്ലാസ് തകർത്തത് നോക്കുന്ന സമയത്ത് ജലീലിനെ കരിങ്കല്ല് കൊണ്ട് ജലീലിൻ്റെ തലക്കടിച്ച് ഇവർ ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. അതായത് ബൈക്കിൽ പുറകിലിരുന്ന് തലക്കടിക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ അടിയുടെ ആഘാതത്തിൽ തലയോട്ടി തകരുകയും ഒരു ദിവസം ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നെങ്കിലും പിറ്റേ ദിവസം മാർച്ച് 30 അദ്ദേഹം മരിക്കുകയും തലയോട്ടി തകർന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഏപ്രിൽ 2-ാം തീയതിയാണ് പ്രതിയെ പിടികൂടുന്നത്. ഷുഹൈബ് ചെന്നൈയിലേക്കായിരുന്നു രക്ഷപ്പെട്ടത്. ഷുഹൈബിനെ ചെന്നൈയിൽ നിന്ന് പിടികൂടി മറ്റ് 2 പ്രതികളെ നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. എന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ പൂർത്തീകരിച്ചു. ഇപ്പോൾ കോടതിയുടെ വിധിയും ഇതിൽ വന്നിരിക്കുന്നു. 3 പ്രതികൾക്കും ജീവപര്യന്തമെന്നാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇവർ ചെയ്ത കുറ്റത്തിന് ഈ ഒരു ശിക്ഷ പോരാ എന്നാണ് ഈ ജലീലിൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ അതിനുശേഷം പ്രതികരിച്ചിട്ടുള്ളത്. കാരണം ഇരട്ട ജീവപര്യന്തമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് ഒരു ജീവപര്യന്തം മാത്രമായി എന്നുള്ളതിൽ പ്രത്യേകിച്ച് 1-ാം പ്രതിയായ ഷുഹൈബിന് ഇരട്ട ജീവപര്യന്തം നൽകേണ്ടതായിരുന്നു എന്നൊരു പ്രതികരണമാണ് കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. എന്നാണെങ്കിലും നാടിനും അത്യധികം ഞെട്ടിച്ച ഒരു സംഭവമാണ് ഈ ഒരു ജലീലിൻ്റെ കൊലപാതകം. നിസ്സാരമായ ഒരു കാര്യമെന്ന് ആദ്യം തോന്നുന്ന വിഷയത്തിലാണ് ഒരു കൗൺസിലറുടെ തലയോട്ടി തകർത്ത് നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയത്. അതും 3 യുവാക്കൾ എന്നതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം. എന്നാലും പ്രതികൾക്ക് ശിക്ഷ അല്പസമയം മുമ്പ് വിധിച്ചിരിക്കുന്നു. ടോം. അനുമതിയിലേക്ക് വരാം. അതിനു മുൻപ് അഭിഭാഷകന്റെ പ്രതികരണം വന്നിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്, ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ടതിലേക്ക്. നീതിന്യായ വ്യവസ്ഥയോട് യാതൊരു ബഹുമാനവും ഇല്ലാത്ത, യാതൊരു അനുകമ്പയും കാണിക്കാത്ത 3 പ്രതികൾ വളരെ നിഷ്ഠൂരമായിട്ടാണ് ഈ കേസിലെ ഉൾപ്പെട്ട അബ്ദുൽ ജലീൽ എന്ന കുഞ്ഞാൻ എന്നവരെ, അന്ന് കൗൺസിലറായിരുന്ന അദ്ദേഹത്തെ കല്ല് ഉപയോഗിച്ച് അടിച്ച് കൊല ചെയ്തിട്ട് അതിൻ്റെ പര്യവസാനമാണ് ഇന്ന് 3 പ്രതികളെയും കുറ്റക്കാരാണെന്ന് കണ്ട് കോടതി പരമാവധി ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ കേസിൽ ഈ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ഇന്ന് അഡീഷണൽ പ്രോസിക്യൂട്ടറായ ഷെരീഫിൻ്റെ
അതുപോലെ മുൻസീഫ് റഹ്മാൻ ഇവരൊക്കെ രാപ്പകലെ അധ്വാനിച്ചിട്ടാണ് ഈ പ്രോസിക്യൂഷൻ ഇത്രയും. കാരണം ഒരുപാട് അപാകതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. തുടക്കത്തിൽ പിന്നെ ഈ പ്രതിഭാഗത്തിന് വാദിക്കാൻ ഒരുപാട് പോയിന്റ്സ് ഉണ്ടായിരുന്നു. അവർ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല, കല്ല് തിരിച്ചറിഞ്ഞിട്ടില്ല, എന്താണ് ആയുധം ഉപയോഗിച്ചതെന്ന് തിരിച്ചറിഞ്ഞില്ല, ഒരുപാട് വാദങ്ങൾ, സാങ്കേതിക വാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം കോടതി തിരസ്കരിച്ച് കോടതി ഈ പരമാവധി ശിക്ഷ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടും നീതി അർഹിക്കുന്ന ഈ കുഞ്ഞാൻ്റെ കുടുംബത്തിന് ഇതൊരു നല്ല കാര്യമായി, നല്ല വാർത്തയായി വരട്ടെ. ഇനി ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. വീണ്ടും CV അനുമോദിലേക്ക്. അനുമോദ്, പ്രോസിക്യൂട്ടറുടെ പ്രതികരണം എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രോസിക്യൂഷനും അതോടൊപ്പം ഈ മരിച്ച ജലീലിൻ്റെ കുടുംബവും ഇതിനോട് എങ്ങനെയാണ് വിധിയോട് പ്രതികരിച്ചത്? അവർ തൃപ്തരാണോ? ഈ ശിക്ഷാവിധിയിൽ തൃപ്തരാണോ? ടോം, തീർച്ചയായിട്ടും ഈ ഒരു ശിക്ഷാവിധിയിൽ അവർ പൂർണ്ണമായും തൃപ്തരാണെന്ന് പറയാനാകില്ല. കാരണം ജലീലിൻ്റെ മകൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചത് നമുക്കറിയാൻ കഴിഞ്ഞത് ഒരു ഇരട്ട ജീവനെന്തെങ്കിലും മുഖ്യപ്രതിയായ ഷുഹൈബിന് നൽകേണ്ടതായിരുന്നു. അത്ര നിഷ്ഠൂരമായിട്ടാണ് ഈ കൊലപാതകം നടന്നത്. അതും ഒരു ചെറിയ കാരണത്തിന് നിഷ്ഠൂരമായ രീതിയിൽ കൊടും ക്രൂരത കാണിക്കുന്ന തരത്തിൽ കരിങ്കല്ല് കൊണ്ട് പ്രാകൃതമായ ഒരു കൊലപാതകം ചെയ്യുക എന്ന് പറയുന്നത് അതൊരു മനുഷ്യ മനസാക്ഷിയെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല, പരിഷ്കൃത സമൂഹത്തിനൊട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യവുമില്ല. അങ്ങനെ ഒരു കൊലപാതകം നടത്തിയ പ്രതിയെ ഒരു ജീവപര്യന്തം എന്നതല്ല, ഇരട്ട ജീവപര്യന്തം നൽകേണ്ടതായിരുന്നു എന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല 3 പ്രതികൾക്കും ഒരേ ശിക്ഷ എന്നതിനപ്പുറം പ്രധാന പ്രതിക്ക് ഇരട്ട ജീവനം നൽകേണ്ടതായിരുന്നു. ഇതിന് ഈ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് മുകളിൽ അപ്പീൽ പോകുമെന്നും ഈ ജലീലിൻ്റെ കുടുംബം പറയുന്നുണ്ട്. കാരണം ഇതൊരു മാതൃകാപരമായ ശിക്ഷയാണെന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോഴും കുറെ കൂടി കടുത്ത ശിക്ഷ ഇവർ അർഹിക്കുന്നു എന്ന വികാരമാണ് കുടുംബം പങ്കുവയ്ക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് ആ ഒരു കൊലപാതകത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല സമൂഹത്തിന് ഒന്നടങ്കം ഏതൊരാൾക്കും എപ്പോഴും സംഭവിക്കാവുന്ന തരത്തിലേക്ക് ഈ ഒരു കൊലപാതകം അങ്ങനെ ചിത്രീകരിക്കപ്പെടാം, അല്ലെങ്കിൽ അങ്ങനെ വിലയിരുത്തപ്പെടാം. കാരണം ഹെഡ്ലൈറ്റ് കണ്ണിലടിച്ചു എന്ന് പറഞ്ഞ് ഒരാളുടെ കാറിൻ്റെ ചില്ലടിച്ച് പൊട്ടിച്ച് അത് പുറത്തിറങ്ങിയ അയാളുടെ തല കരിങ്കല്ല് കൊണ്ട് അടിച്ച് പൊട്ടിച്ച് തലയൂട്ടി തകർത്ത് കൊന്നുകളയുക എന്ന് പറയുമ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും എവിടെയും ആർക്കും സംഭവിക്കാവുന്ന തരത്തിലുള്ള ഒരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. അതിൽ ഒരു മാതൃകാപരമായ ശിക്ഷ എന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോഴും കുടുംബം കുറെ കൂടി ഗൗരവത്തിൽ അതിൽ ഇരട്ട ജീവനെന്തെങ്കിലും പ്രധാന പ്രതിക്ക് നൽകണം എന്നൊരു വാദം ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന ആവശ്യവും എന്ന നിലപാടും അവർ അറിയിച്ചിട്ടുണ്ട്. എന്നാലും പ്രതികളെ ഇപ്പോൾ കോടതിയിൽ നിന്നും ജയിലിലേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. 2022 നടന്ന ക്രൂരമായ കൊലപാതകമാണ്. പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു മുൻ നഗരസഭാ അംഗം അബ്ദുൾ ജലീലിൻ്റെ കൊലപാതകത്തിൽ കലാശിച്ച സംഭവത്തിൽ 3 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. മാതൃകാപരമായ ശിക്ഷയെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതികരണം. എന്നാൽ അബ്ദുൾ ജലീലിന്റെ കുടുംബം ഈ വിധിയിൽ പൂർണ്ണമായും തൃപ്തരല്ല. ഇരട്ട ജീവപര്യന്തം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.